मुझे बारिश में चलना पसंद है। मेरे आंसू जो नहीं देख पाता है कोई। मशहूर कलाकार हास्य अभिनेता ചാൾസ് സ്പെൻസർ ചാപ്ലിൻ का कथन। എനിക്ക് മഴ നനഞ്ഞുകൊണ്ട് നടക്കാൻ വലിയ ഇഷ്ടമാണ്. എൻ്റെ കണ്ണുനീർ മറ്റുള്ളവർ കാണില്ലല്ലോ. चार्ली चैप्लिन की जिंदगी മുഷ്കിലോ സെ ഭരി ഹുയി ഥി. ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും നിറഞ്ഞ ജീവിതമായിരുന്നു ചാപ്ലിൻ്റേത്. സ്ക്രീനിലൂടെ മറ്റുള്ളവരെ ചിരിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് തേങ്ങുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പാഠ് സബ്സെ ബഡാ ഷോമാൻ ലേഖക് ഗീത് ചതുർവേദി. गाते गाते अचानक माँ की आवाज़ फटकर फुसफुसाहट में तब्दील हो गई. 1894 ബ്രിട്ടനിലെ ആൾഡർഷാട്ട് നഗരത്തിലെ ദ കാൻറ്റീൻ എന്ന തിയേറ്ററിൽ ചാർലിയുടെ അമ്മ ഹെന ചാപ്ലിൻ സ്റ്റേജിൽ പാട്ടുപാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അച്ചാനക് ഉൻകി ആവാസ് ഫട്ട് ഗയി. പെട്ടെന്ന് അവരുടെ ശബ്ദം മുറിയുകയും പിന്നീട് നേർത്ത് ഇല്ലാതാവുകയും ചെയ്തു. ആവാസ് ഫട്കർ ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഹോ ഗയി. നേർത്ത ശബ്ദത്തിൽ പറയുന്നതിനെയാണ് ഫുസ്ഫുസാഹട്ട് എന്ന് പറയുന്നത്. തബ്ദീൽ ഹോന ബദൽന, മാറുക. മൈക്കിൻ്റെ കുഴപ്പമാവുമെന്ന് ആളുകൾ ആദ്യം കരുതി. ലോഗ് ചില്ലാനെ ലഗെ, മ്യാവു മ്യാവു കി ആവാസ് നിക്കാൽനെ ലഗെ. കാണികൾ ബഹളം വയ്ക്കാൻ തുടങ്ങി. പൂച്ചയുടെയും മറ്റും ശബ്ദത്തിൽ ആർത്തു വിളിച്ചു. ബേച്ചാരി ഹെന വോ സ്റ്റേജ് സെ ഹട്നെ കോ മസ്ബൂർ ഹോ ഗയി. ബഹളം കാരണം അവർ സ്റ്റേജിൽ നിന്ന് പുറത്തു പോകാൻ നിർബന്ധിതയായി. 5 साल का लड़का चार्ली भी अक्सर अपनी माँ के साथ थिएटर जाया करता था. उस दिन भी वो पर्दे के पीछे खड़ा होकर आवाज़ के तमाशे देख रहा था. ചാർലി ഇടയ്ക്കൊക്കെ തൻ്റെ അമ്മയ്ക്കൊപ്പം തിയേറ്ററിൽ പോവാറുണ്ടായിരുന്നു. അന്ന് അവൻ കർട്ടന് പിറകിൽ നിന്നുകൊണ്ട് ബഹളമൊക്കെ കാണുകയാണ്. മാ और ഷോ के मैनेजर के बीच बहस हो रहा था. അമ്മയും ഷോ മാനേജറും തമ്മിൽ എന്തോ തർക്കം നടക്കുന്നു. അവൻ അവരുടെ അടുത്തേക്ക് ചെന്നു. मैनेजर चार्ली को स्टेज पर भेजने की जिद कर रहा था. मैनेजर വാശി പിടിക്കുന്നു. ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കൂ. उसे पता था चार्ली एक होशियार लड़का है. उसने चार्ली को हेना के दोस्तों के सामने अभिनय करते देखा था. മിടുക്കനാണ് ചാർലി. പക്ഷേ 5 വയസ്സ് മാത്രമുള്ള കുട്ടിയെ സ്റ്റേജിൽ അയക്കുകയോ? माँ डर गई थी. वो सोचने लगी, 5 साल का लड़का इस उग्र भीड़ को झेल पाएगा? ഈ 5 വയസ്സുകാരന് അക്രമാസക്തരായ കാണികളെ അതിജീവിക്കുവാൻ സാധിക്കുമോ? बहुत मुबाहिस के बाद वो अंततः चार्ली को स्टेज पर ले गया. मुबाहिस आर्ग्यूमेंट, वाद प्रतिवादम, बहस. बेचारी है ना. मैनेजर चार्ली को स्टेज पर ले गया. उसने उसे कुछ समझाया, फिर उसे स्टेज पर अकेला छोड़ दिया. 5 വയസ്സുകാരനായ ബാലനെ സ്റ്റേജിൽ തനിച്ചാക്കി മാനേജർ സ്ഥലം വിട്ടു. बेचारा चार्ली, 5 साल का एक छोटा सा लड़का, स्टेज पर वो क्या करने वाला है? उसके सामने एक बड़ी भीड़. चिल्लाते हुए, म्याऊ म्याऊ करते हुए അവൻ പാടാൻ തുടങ്ങി. ജാക്ക് ജോൺസ്. एक മഷൂർ ഗീത്. ഓർക്കസ്ട്രക്കാർക്ക് തുടക്കത്തിൽ ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. ശ്രുതി ചേരുന്നില്ല. ധീരെ ധീരെ ധുൻ മിൽനെ ലഗി. ഗാന ഏക്ദം സജ്നെ ലഗ. ശ്രുതി ചേരാൻ തുടങ്ങി. പാട്ട് പൊടി പൊടിക്കാൻ തുടങ്ങി. गाना आधा ही हुआ तो स्टेज पर पैसों की बौछार शुरू होगी. കാണികൾ സ്റ്റേജിലേക്ക് കാശ് വലിച്ചെറിയാൻ തുടങ്ങി.
ये देखकर ചാർലി गाना रोक दिया. ചാർലി തൻ്റെ പാട്ട് നിർത്തി. അവൻ വിളിച്ചു പറഞ്ഞു, കാശ് പെറുക്കിയെടുത്ത ശേഷം ഞാൻ പാടിക്കൊള്ളാം. पहले मैं ये पैसे बटोरूंगा और उसके बाद ही गाऊंगा. ഇത് കേട്ട ജനങ്ങൾക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. ചാർലി ने हॉल को हंसी घर में तब्दील कर दिया. ആ തിയേറ്റർ ഒരു ചിരി കൂടാരമായി മാറ്റിക്കഴിഞ്ഞിരുന്നു ചാർലി. मैनेजर साहब पैसे बटोरने के लिए रूमाल लेकर आया. മാനേജർ അതാ പണം പെറുക്കിയെടുക്കാനായി സ്റ്റേജിലേക്ക് വരുന്നു. ചാർലിക്കോ യെ ബുരാ ലഗാ. മാനേജർ സ്വയം പൈസ രഖ് ലേനാ ചാഹത്താ ഹൈ. മാനേജർക്ക് കാശ് തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് എന്ന് ചാർലിക്ക് മനസ്സിലായി. അവൻ കാണികളോട് തൻ്റെ പരാതി വിളിച്ചു പറഞ്ഞു. वो शिकायत करने लगा. शिकायती लहजे में दर्शकों से कहा. പരാതി രൂപത്തിൽ തന്നെ കാണികളോടായിട്ട് പറഞ്ഞു. തബ് ഹസി ഓർ ബഡ് ഗയി. ഇത് കേട്ട് കാണികൾ ആർത്താർത്ത് ചിരിക്കാൻ തുടങ്ങി. मैनेजर रूमाल की पोटली में पैसे बांधकर बैक स्टेज की ओर जा रहा था. चार्ली उसके पीछे पीछे व्याकुलता से लग गया. പണക്കിഴിയുമായി ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന മാനേജറുടെ പിന്നാലെ അസ്വസ്ഥതയോടെ ചാർലിയും നടക്കുന്നുണ്ടായിരുന്നു. जब तक मैनेजर ने पैसे की पोटली मां के हवाले नहीं की वो स्टेज पर नहीं लौटा. ഹവാല കർണ, കയ്യിൽ ഏൽപ്പിക്കുക. മാനേജർ അമ്മയുടെ പക്കൽ പണക്കിഴി ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ ചാർലി സ്റ്റേജിലേക്ക് വന്നുള്ളൂ. ചാർലി ബഡാ ഹോഷിയാർ था. മിടുക്കനായിരുന്നു അവൻ. ചാർലി ने जनता में गुदगुदी फैला दी थी. അവൻ തൻ്റെ നിഷ്കളങ്കതയിലൂടെ കാണികളെ കയ്യിലെടുത്ത് കഴിഞ്ഞിരുന്നു. കാണികളെ പുളകം കൊള്ളിച്ചു കഴിഞ്ഞിരുന്നു. आगे वो दर्शकों से बातचीत की, नृत्य किया, अपनी माँ तथा अन्य गायकों की नकल उतारी. ജനങ്ങളോട് സംവദിക്കാൻ തുടങ്ങി. ഡാൻസ് ചെയ്തു തൻ്റെ അമ്മയെയും മറ്റു കലാകാരന്മാരെയും അനുകരിച്ചു. चार्ली बड़ा मासूम था. मासूमियत में उसने अपनी माँ की फटी आवाज़ और उसके फुसफुसाने की भी नकल उतारी. മാസൂമിയത്ത്, നിഷ്കളങ്കത. നിഷ്കളങ്കനായ ചാർലി തൻ്റെ അമ്മയുടെ മുറിഞ്ഞ ശബ്ദവും നേർത്തുപോയ ശബ്ദവുമൊക്കെ അനുകരിക്കാൻ തുടങ്ങി. ലോഗോ മേ ടഹാക്കോ കി ഹിസ്സേദാരി ഹുയി. ടഹാക്ക, പൊട്ടിച്ചിരി. ഹിസ്സേദാരി, പങ്കാളിത്തം. കാണികളേവരും പൊട്ടിച്ചിരിയിൽ പങ്കാളികളായി. സ്റ്റേജ് पर जमकर पैसे बरसने लगे. ഷോ അവസാനിക്കുകയാണ്. കാണികൾ നിറയെ കാശ് സ്റ്റേജിലേക്ക് വലിച്ചെറിയാൻ തുടങ്ങി. माँ चार्ली को लेने आई. दर्शकों ने देर तक खड़े होकर तालियां बजाई. बड़े आदर के साथ, सम्मान के साथ उस नन्हे कलाकार को शाबाशी देते हुए तालियां बजाई. നിലയ്ക്കാത്ത കയ്യടി നേടിക്കൊണ്ട് ആ കൊച്ചു കലാകാരൻ സ്റ്റേജിൽ നിന്ന് പിൻവാങ്ങുകയാണ്. लोगों ने मां से हाथ मिलाकर उस नन्हे कलाकार की तारीफ की. അമ്മയ്ക്കും മകനും കാണികളുടെ ആദരവും പ്രശംസയും. चार्ली स्पेंसर चैपलिन स्टेज पर पहली बार आया और मां हेना चैपलिन आखिरी बार. ചാർലിയുടെ ആദ്യത്തെ സ്റ്റേജ് പ്രോഗ്രാം, അമ്മയുടെ അവസാനത്തെയും. दुनिया के सबसे बड़े शोमैन का ये पहला ഷോ था. ലോകോത്തരനായ ആ ഷോമാൻ്റെ ആദ്യത്തെ പ്രകടനം, ആദ്യത്തെ സ്റ്റേജ് ഷോ. ഉസ്നെ ജന്മ ലേ ലിയാ ഥാ. ആ ഷോമാൻ പിറന്നു കഴിഞ്ഞിരുന്നു.